പുഷ്പ ടു ദി റൂൾ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും പുഷ്പ ടു ഒരുപാടധികം ഹൈപ്പിനും ഒരുപാടധികം പ്രതീക്ഷകൾക്കും അവസാനമാണ് റിലീസ് ആയതെന്നുള്ള കാര്യം നമുക്കറിയാം. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന പുഷ്പ ടു റിലീസായിട്ട് ഇന്നേക്ക് 4-ാം ദിനമാണ്. അപ്പൊ 4-ാം ദിനത്തിനുള്ളിൽ തന്നെ 800 കോടി രൂപയോളമാണ് പുഷ്പ വേൾഡ് വൈഡ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരുപാട് പേരിങ്ങനെ കമന്റിലും അതുപോലെയൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പുഷ്പ ടുവിനെ പറ്റി നമ്മളുടെ ചാനൽ ഉൾപ്പെടെയുള്ള മെയിൻ സ്ട്രീം ഈ പറയുന്ന മൂവി റിവ്യൂയിങ് ചാനൽ മോശം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പുഷ്പ ടു 800 കോടി നേടിയത്? അത് വളരെ നല്ലൊരു പടമായിട്ടല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും മോശം റിവ്യൂ ആ ഒരു പടത്തിന് കൊടുത്തത്? പടത്തിൽ പുഷ്പ 1ഉം 2ഉം തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എന്നുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരുപാടധികം കമന്റും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും പുഷ്പ ടുവിനെ പറ്റി ഈ പറയുന്ന റിവ്യൂവേഴ്സ് ആരും വളരെ മോശമായിട്ടുള്ള ഒരു പടം അല്ലെങ്കിൽ ഈ പറയുന്ന 1ഉം 2ഉം തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പുഷ്പ 2ഉം 1ഉം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാടധികം വ്യത്യാസമുണ്ട്. പുഷ്പ 1 എന്ന് പറയുന്നത് ഒരു അഗ്രസീവ് ആയിട്ട് അല്ലു അർജുന്റെ പുഷ്പ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുന്ന ആ ഒരു പരിപാടിയൊക്കെയാണ് പുഷ്പ 1ല്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അദ്ദേഹം സക്സസ് ആവുന്നത്, അത്തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് പുഷ്പ 1ല് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പുഷ്പ 1ല് വന്നിരുന്ന എല്ലാ വില്ലന്മാരും, ഇപ്പോ പുഷ്പ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എതിരായിട്ട് വന്നിരുന്ന എല്ലാ വില്ലന്മാരും വളരെ സ്ട്രോങ് ആയിരുന്നു. അവരുടെ ആ ഒരു വില്ലന്മാരുടെ പവർ തീർച്ചയായിട്ടും ആ ഒരു പുഷ്പ 1ൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പോ നമ്മുടെ സുനിൽ ചെയ്തിരുന്ന മംഗളശീലൻ എന്ന് പറയുന്ന കഥാപാത്രമായാലും, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരുന്ന അനസൂയ ചെയ്തിരുന്ന ഈ പറയുന്ന ദാക്ഷായണി എന്ന് പറയുന്ന ആ ഒരു ലേഡി കഥാപാത്രമായാലും, അല്ലെങ്കിൽ സോമനാഥൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫഗദിന്റെ ഷിഗാവത്ത് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഒക്കത്തിന്റെ ആ ഒരു പവർ നമുക്ക് ശരിക്കും ആ ഒരു പുഷ്പ 1ൽ കിട്ടിയിരുന്നു. 2വിലേക്ക് വരുന്ന സമയത്ത് 2വിന്റെ ആ ഒരു പകുതി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഫുള്ള് പറയുന്നത് ഫാമിലി ഇമോഷൻസും അതുപോലെ തന്നെ ഫുള്ള് ഫാമിലി കണക്ഷൻസും അതുപോലുള്ള ചില കാര്യങ്ങളാണ്. ഈ പറയുന്ന ചന്ദനക്കടത്തും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുഷ്പ 2വില് 1ൽ വന്നതുപോലെ വന്നിട്ടുണ്ടെങ്കിലും നമുക്കത്ര ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അതിന്റെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ശൈലി. കാരണം ഈ പറയുന്ന മംഗളശീലൻ ആയിക്കോട്ടെ, ദാക്ഷായണി ആയിക്കോട്ടെ, നമ്മൾ ഒരുപാടധികം കേരളത്തിൽ ഹൈപ്പും എക്സ്പെക്ടേഷനും ഒക്കെ കൊടുത്തിരുന്ന ഫഗദിന്റെ ഷിഗാവത്ത് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ആകെ മൊത്തം ഫുൾ ഒരു കോമഡി കഥാപാത്രം പോലെ ഫഗദിനെയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു കോമഡി പീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമാണ് ഈ ഒരു പടത്തിൽ കുറച്ച് പ്രശ്നം എന്നുള്ള കാര്യത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞത്. അല്ലാതെ പടത്തിന്റെ ആ ഒരു എടുത്തു വെച്ചിരിക്കുന്ന രീതിയും അല്ലെങ്കിൽ അല്ലു അർജുന്റെ ലുക്കും അതൊന്നും നമ്മൾ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നീട് പുഷ്പ 2വിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരുപാടധികം സീൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പറയുന്ന ചന്ദനം കടത്തിയിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന പ്രതികളെ മോചിപ്പിക്കാനായിട്ട് അല്ലു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ട് അവിടെയുള്ള പോലീസുകാർക്ക് എല്ലാവർക്കും അവരുടെ പെൻഷനും അലവൻസും എല്ലാം കൂടി ഒന്നിച്ചു കൊടുത്ത് ആ ഒരു സ്റ്റേഷൻ ഫുള്ള് കാലിയാക്കിയിട്ട് അല്ലുവിന്റെ ആൾക്കാരെ കൊണ്ട് പോകുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ മികച്ച ഒരു സീനൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്റർവെല്ലിന് ശേഷമുള്ള ഫൈറ്റ്, അതുപോലെ തന്നെ അല്ലു ആ ഒരു ലുക്കിലൊക്കെ വന്നിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഫൈറ്റും കാര്യങ്ങളും ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പുഷ്പ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു നമ്മൾ പുഷ്പ 1ൽ കണ്ടിരുന്ന ആ ഒരു നായക കഥാപാത്രത്തിനെതിരായിട്ട് നല്ല ഒരു ഓപ്പോസിഷൻ അല്ലെങ്കിൽ നല്ലൊരു വില്ലൻ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പുഷ്പ 2വിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വില്ലൻ കഥാപാത്രങ്ങൾ മുഴുവൻ ഒരു കോമഡി കഥാപാത്രമായിട്ട് മാറുകയും ഈ പറയുന്ന പുഷ്പയുടെ ഒരു 1 മാൻ ഷോ ആയിട്ട് ആ ഒരു പടം മൊത്തത്തിൽ അങ്ങ് മാറി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പടത്തിന് ഇത്രയും ഹൈപ്പിൽ വന്ന ഈ ഒരു പടത്തിന് ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു ആ ഒരു വിഷ്വൽ ട്രീറ്റ് കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ആ ഒരു പടത്തിന്റെ ഒരു ഫ്ലോപ്പ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും പുഷ്പ 2വിൽ ഒരുപാടധികം കണ്ടിരിക്കാൻ പറ്റുന്ന പല വിഷ്വൽസും ഉണ്ട്. അതുപോലെ തന്നെ കണ്ട മിക്ക പ്രേക്ഷകർക്കും ഈ പറയുന്ന പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 4 ദിവസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു റെക്കോർഡാണിത്. ഇതിപ്പോ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രി തന്നെ ഏറ്റവും വലിയൊരു റെക്കോർഡാണ്. വിത്തിൻ 4 ഡേയ്സ് ഏകദേശം 800 കോടി രൂപയ്ക്ക് അടുത്ത് ഇപ്പൊ കളക്ട് ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡില്. അതുപോലെ തന്നെ ഒബ്രോഡ് കൺട്രീസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പുഷ്പ റിലീസ് ആയിട്ട് വളരെ വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വളരെ മികച്ചൊരു പടം തന്നെയാണ്. അതിനകത്തൊരു ഈ പറയുന്ന വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാടധികം എക്സ്പെക്ട് ചെയ്തിരുന്ന ഫഗദിന്റെ കഥാപാത്രം, അതുപോലെ തന്നെ ഒരു മംഗളശീലൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അതൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരുമെന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷന്റെ പുറത്താണ് നമ്മൾ മൂവി കാണാൻ പോയത്. അവിടെ ചെല്ലുമ്പോൾ ഫഗദിന്റെ ഈ പറയുന്ന ഷിഗാവത്ത് എന്ന് പറയുന്ന കഥാപാത്രം ഫുൾ ഒരു കോമഡി പീസും
അതുപോലെ തന്നെ പുതിയ വില്ലന്മാരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന രീതിയിൽ അതൊക്കെ തന്നെയാണ് ആ ഒരു പടം നമുക്ക് അധികം ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞത്. പിന്നീട് അല്ലു അർജുന് നല്ലൊരു ഓപ്പോസിഷൻ പോലും ഇല്ല. ഇപ്പൊ ചന്ദനം കടത്തുന്ന സമയത്ത് ഫഹദ് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു ചന്ദന ലോറിയൊക്കെ പിന്തുടർന്ന് ആ ഒരു ലോറിയൊക്കെ കത്തിച്ച് ഡ്രൈവർമാരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ആ ചന്ദനം ഫുള്ള് പിടിച്ചെടുത്തതിന് ശേഷം ആണ് അറിയുന്നത് കാളവണ്ടിയിലാണ് യഥാർത്ഥ ചന്ദനം പുഷ്പ കയറ്റിയതെന്ന്. അതിനുശേഷം ശ്രീലങ്കയിലേക്ക് പോകാനായിട്ട് പോലീസുകാരെ മാത്രം ശ്രീലങ്കയിൽ കയറ്റിവിടില്ല, മറ്റുള്ള ആ ഒരു ചന്ദനത്തടിയായിട്ട് പോയിട്ടുള്ള ബോട്ടിനെല്ലാത്തിനും ശ്രീലങ്കൻ ബോർഡറിനപ്പുറം പോകാനായിട്ടുള്ള അനുമതി ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാമറ എടുത്ത് സൂക്ഷിച്ചു നോക്കുമ്പോൾ പുഷ്പ ഇതാ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു. അപ്പൊ അതുപോലുള്ള കുറച്ചധികം ഇതൊക്കെ മാസ് എലമെന്റ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. അതൊക്കെ വിട്ടേക്കാം. പക്ഷെ ഇതിനകത്ത് ഈ പറയുന്ന ഒരുപാടധികം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന വില്ലൻ കഥാപാത്രങ്ങൾ എല്ലാനും കോമഡി പീസുകളായും അതുപോലൊപ്പം തന്നെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പലരും പുതിയ പുതിയ വില്ലന്മാരായിട്ട് വരികയും അതിനു വേണ്ടിയിട്ട് ഇപ്പൊ പുതിയ വില്ലന്മാരെ കൊണ്ടുവരാനായിട്ട് പുതിയ സീനുകൾ അതിനകത്തോട്ട് എടുത്തിട്ടത് കൊണ്ടാണ് ഈ പറയുന്ന പടം 3.5 മണിക്കൂറിന് മുകളിലേക്ക് പോയത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫഹദിന്റെ ഈ ഒരു ക്യാരക്ടർ തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുകയാണെങ്കിൽ ഈ പറയുന്ന പടത്തിന് ഇത്ര ലെങ്ത് പോലും ഉണ്ടാവത്തില്ല. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും പുഷ്പ 3യിലേക്കുള്ള കുറെ എലമെന്റ്സ് ഈ ഒരു പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് പുഷ്പ 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഒരു ഫൈറ്റ് ഈ പറയുന്ന ജപ്പാനിലാണ് ആ ഒരു ഫൈറ്റ്. ആ ഒരു ഫൈറ്റിൽ പുഷ്പ എയറിൽ നിന്ന് ഒരുപാടധികം ആൾക്കാർ ഇടിച്ചിടുന്നതും തൊഴിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് കാറിൽ വന്നിറങ്ങുന്ന ഒരു മാഫിയ ഡോൺ നമ്മുടെ പുഷ്പയെ വെടിവെച്ച് വെള്ളത്തിലേക്ക് ഇടുന്നതും കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു പാർട്ട് 3യിലേക്കുള്ള എലമെന്റ്സ് ആണ്. ഇപ്പൊ കുറെ പേര് അതൊരു സ്വപ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. സ്വപ്നം കാണുന്നത് ആ ഒരു എന്താണ് ഫസ്റ്റത്തെ ഫൈറ്റിന് ശേഷം പുഷ്പയുടെ ആ ഒരു ചെറിയ ഒരു കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. ആ ഒരു വിഷ്വലാണ് സ്വപ്നം കാണുന്നത്. ഈ പറയുന്ന ഫസ്റ്റത്തെ ആ ഒരു എന്താണ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ജപ്പാനിൽ വെച്ച് കാണുന്ന ആ ഒരു ഫൈറ്റ് ഒക്കെ റിയൽ ആയിട്ട് ഈ പറയുന്ന പുഷ്പ 3യിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫഹദിന്റെ കുറെ ഇൻട്രോയും കാര്യങ്ങളും അതൊക്കെ കണ്ടാണ് നമ്മുടെ ഈ ട്രെയിലറും ടീസറൊക്കെ കണ്ടാണല്ലോ ഒരു പടത്തിനെ നമ്മൾ എന്താണ് ഇങ്ങനെ ആയിരിക്കും ആ ഒരു പടം പോകുന്ന ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ട്രെയിലറിലും ടീസറിലൊക്കെ കണ്ട ഫഹദിനെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുന്നില്ല. അതായത് ഫഹദിന്റെ ഇൻട്രോ ഒക്കെ ഒരു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നതൊക്കെ ഒരു ഇൻട്രോ ഒക്കെ കാണിച്ചിരുന്നു. അതൊന്നും സിനിമയിലേ അല്ല. അപ്പൊ കുറെ പേര് ഇത്തരത്തിലുള്ള കണക്ഷൻസ് കിട്ടാതിരുന്ന് കണ്ടവർക്ക് പടം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും അല്ലുവിന്റെ ഒരു മാസ് പടം കാണണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുഷ്പ 2 നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. കാരണം മാസ് എലമെന്റ്സ് ഒരുപാടുണ്ട്. നമ്മുടെ KGF റോക്കിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ പുഷ്പയിൽ അല്ലെങ്കിൽ ആ ഒരു പുഷ്പ 2ൽ ഈ പറയുന്ന അല്ലു അർജുനെ നല്ല രീതിക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തിനും പോകുന്ന ഒരുത്തൻ എന്നുള്ള രീതിയിൽ KGF എങ്ങനെയാണോ എന്തിനും പോകുന്ന ഒരുത്തൻ എന്നുള്ള രീതിയിൽ യാഷിനെ പ്ലേസ് ചെയ്തത് അതുപോലെ തന്നെ പുഷ്പ 2ൽ അല്ലുവിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലു അർജുൻ എത്ര രൂപയാണ് പുഷ്പ 2ൽ നിന്ന് സാലറിയുടെ രൂപത്തിൽ കിട്ടിയത്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 120 കോടി രൂപയാണ് അല്ലു അർജുന്റെ സാലറി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് പല സൈറ്റുകളും അതുപോലെ തന്നെ പല ഇന്റർവ്യൂകളിലും ഈ പറയുന്ന പുഷ്പയുടെ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു 120 കോടി രൂപയ്ക്ക് അടുത്താണ് ഈ പറയുന്ന അല്ലു അർജുൻ അതിന്റെ സാലറി കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പൊ കുറെ ഇൻസ്റ്റഗ്രാം പേജുകളും യൂട്യൂബ് ചാനലുകളും അല്ലു അർജുന് 350 കോടി രൂപ തന്റെ സാലറിയുടെ രൂപത്തിൽ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസും പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി പറയാനുള്ളത് 350 കോടി രൂപ എന്ന് പറയുന്നത് പുഷ്പ 2വിന്റെ ലാഭത്തിൽ നിന്ന് വരുന്ന ഷെയർ നമ്മുടെ അല്ലു അർജുന് കൊടുക്കാം എന്നുള്ളൊരു റൂൾ ഉണ്ട്. ആ ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് 350 കോടി രൂപയോളം അല്ലു അർജുന് കിട്ടുന്നു എന്നുള്ളൊരു രീതിയിൽ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രതിഫലമല്ല, അദ്ദേഹത്തിന് ആ ഒരു മൂവിയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഷെയർ ആണ്. അതുകൂടി വേണം എന്ന് പറഞ്ഞിട്ടാണ് അല്ലു ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് റെഡി ആയത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു മൂവി പുഷ്പ 2 എന്ന് പറയുന്ന ഒരു സിനിമ വിറ്റു പോകുന്നത് തന്നെ അല്ലു അർജുൻ എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ സ്റ്റാറിന്റെ പേര് വെച്ചിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ മാർക്കറ്റ് ചെയ്യുന്ന ഈ ഒരു സിനിമക്ക് എത്ര രൂപയാണ് അദ്ദേഹത്തിന് ഷെയർ വേണ്ടത് അല്ലെങ്കിൽ എത്ര രൂപയാണ് അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് വേണ്ടത്, അതൊക്കെ ഫുള്ള് അല്ലു അർജുന്റെ തീരുമാനങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലു അതിന്റെ ഷെയർ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷെയർ ആണ് ഈ പറയുന്ന 350 കോടി രൂപ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്ന സാലറി ആയിട്ടുള്ള 120 കോടിക്ക് ഒപ്പം തന്നെയാണ് ഈ ഒരു 350 കോടി രൂപ കിട്ടുന്നത്, അതും കൂടി കൂട്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് ഇത് അല്ലു അർജുന്റെ സാലറി അല്ല, അത് അദ്ദേഹം പുഷ്പ 2ൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള മൂവിയുടെ ഷെയർ ആണ് ഈ പറയുന്ന 350 കോടി രൂപ. അതൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലുകളൊക്കെ ഒരുപാട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിരുന്നു. അത് തന്നെയാണ് സംഭവം. ഇതിപ്പോ വിത്തിൻ 4 days 800 കോടി രൂപ ലാഭം നേടിയ ഒരു സിനിമ, അത് ഇനിയും ഓടും. ഇപ്പൊ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് നമ്മൾ ബുക്ക് മൈ ഷോയിലും സൈറ്റിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡേ ടു ഡേ 3 ലക്ഷത്തോളം ടിക്കറ്റാണ് വിറ്റ് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു സിനിമ ഒരു 10 ദിവസം
നോക്കുക, ഓടിക്കഴിയുമ്പോൾ എത്ര രൂപ കംപ്ലീറ്റ് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ എത്ര കോടി ക്ലബിലേക്ക് ഈ ഒരു സിനിമ ഇടം പിടിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മിനിമം ഒരു 1500 കോടി രൂപയോളം പുഷ്പ ഓൾ ടൈം കളക്ട് ചെയ്യും വേൾഡ് വൈഡ് ലെവലിൽ. അപ്പൊ തീർച്ചയായിട്ടും അത്രയും ഹൈപ്പിൽ വന്നൊരു പടമാണ്. ചെറിയ മിസ്റ്റേക്സ് ഈ പറയുന്ന പടത്തിൽ ഉണ്ടെങ്കിൽ തന്നെ കുറെ പേര് ആ ഒരു പടം ആസ്വദിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലുവിന്റെ ആക്ഷൻസും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി അല്ലു ഫാൻസ് ഏറ്റെടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയവും. ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് കിട്ടിയിട്ടും കേരളത്തിലും അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ലെവലിലും ഇത്രയും നല്ല രീതിയിൽ ഒരു സിനിമ ഓടുന്നതും റെക്കോർഡുകളെ വെല്ലുന്ന രീതിയിൽ ഒരു കളക്ഷൻ നേടുന്നതും ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പുഷ്പയുടെ റൂള് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നീട് ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു കഥാപാത്രമാണ് പുഷ്പ 2 അവസാനിക്കുന്ന സമയത്ത്. ഇതൊക്കെ സ്പോയിലറാണ്, കാണാത്തവർ കാണണമെന്നില്ല. പുഷ്പ 2 അവസാനിക്കുന്ന സമയത്ത് പുഷ്പ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഒത്തുചേരുന്നുണ്ട്. അതായത് നമ്മുടെ പുഷ്പ മുല്ലേരി ഫാമിലി ഫുൾ ഇങ്ങനെ ഒന്നിച്ചു ചേരുന്നുണ്ട്. എന്നിട്ട് പുഷ്പയുടെ ചേട്ടന്റെ മകളുടെ കല്യാണത്തിന്റെ അന്ന് പുഷ്പയും ഈ ഒരു ഫാമിലി എല്ലാവരും ഒന്നിച്ച് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ആ ഒരു കല്യാണ പന്തലിൽ ബോംബ് വെച്ചിട്ട് പൊട്ടിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും അവസാനം വരുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ ആരാണെന്നുള്ള കേസ് കുറെ പേര് ഇങ്ങനെ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ ബോംബ് പൊട്ടിക്കാനായിട്ടുള്ള ഒരു റിമോട്ട് നിൽക്കുന്ന സമയത്ത് കൈയൊക്കെ പൊള്ളിയിരിപ്പുണ്ട്. ഈ ഒരു കൈ ഫുൾ ഇങ്ങനെ പൊള്ളിയിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും സിനിമയുടെ ആ ഒരു പകുതിക്ക് വെച്ചിട്ട് ഫഹദിന്റെ ക്യാരക്ടർ ആ ഒരു ചന്ദനത്തടി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു മരം കത്തിച്ചിട്ട് ആ ഒരു റൂമിൽ തന്നെ നിൽക്കുന്ന ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പൊള്ളലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഫഹദിന്റെ ഷിഗാവത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ പുഷ്പയായിട്ട് പകരം വീട്ടാൻ വരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ആ ഒരു റിമോട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിന്റെ കൈ മൊത്തം പൊള്ളിയിരിക്കുകയാണ്. പിന്നീട് നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് വിജയ് ദേവരകൊണ്ട ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന്. ദേവരകൊണ്ട എന്തൊക്കെയാണെങ്കിലും പാർട്ട് 2 ഇല്ല എന്നുള്ള കാര്യം കൺഫേം ആണ്. പാർട്ട് 3 വിജയ് ദേവരകൊണ്ട കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ആ ഒരു ക്യാരക്ടറിന്റെ ഹൈറ്റും അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സ്ലാങ്ങും നോക്കുന്ന സമയത്ത് അത് വിജയ് ദേവരകൊണ്ട ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫേസ് ഒക്കെ മൂടിയിട്ടുണ്ട്, പക്ഷെ ഈ വശത്ത് നമുക്ക് താടി കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താടി കൂടി നോക്കുന്ന സമയത്ത് അത് വിജയ് ദേവരകൊണ്ട ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫഹദിനാണെങ്കിൽ അത്ര ശരീരമോ ഹൈറ്റോ ഇല്ല, നല്ല രീതിയിൽ ഹൈറ്റുള്ള ഒരു വ്യക്തിയായിരുന്നു അത്. പിന്നീട് കൈ പൊള്ളിയിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന സാധ്യത എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഷിഗാവത്ത് ആ ഒരു പൊള്ളലിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്ന് പുഷ്പനോട് ഈ പറയുന്ന പോലെ പകരം വീട്ടാനായിട്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വിജയ് ദേവരകൊണ്ടയുടെ പുതിയൊരു ക്യാരക്ടർ പുഷ്പ 3 വേണ്ടിയുള്ള പുതിയൊരു ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. അത് തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു പുഷ്പ 2 അവസാനം കണ്ടിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരു പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയിൽ സംഭവിക്കാനുണ്ട്. അത് ഫുള്ള് നമുക്ക് കാണാൻ പോകുന്നത് പുഷ്പ 3 ആയിരിക്കും. ഒരുപാട് സീക്വൻസ് ബാലൻസ് വെച്ചിട്ടാണ് പുഷ്പ 2 അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പുഷ്പ 3 ഒരുപാടധികം അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, സുകുമാർ സാർ ഈ ഒരു കഥ എഴുതുന്ന സമയത്ത് അല്ലു അർജുൻ ഒപ്പത്തിനൊപ്പത്തിന് നിൽക്കുന്ന ഒരു വില്ലനെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അത് തന്നെ ആയിരിക്കും പുഷ്പ 2 അവസാനം ആ ഒരു ക്യാരക്ടർ വന്നത്. നമുക്ക് എന്തൊക്കെയാണെങ്കിലും നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. സിനിമ കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം OTT കണ്ടു കഴിഞ്ഞാൽ അത്ര സുഖം ഉണ്ടാവില്ല. കാരണം അല്ലുവിന്റെ നല്ലൊരു മാസ് പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.